നമ്മളിപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റ് കയറ്റി ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ ബ്രാക്കറ്റ്. ഈ ഓയിൽ സബിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും വരുന്ന സാധനം എന്തായാലും പറയാം, വെല്ലൗസിനാർ. അപ്പോൾ ഇതാണ് നമ്മുടെ മാനിഫോൾഡ് സെറ്റ്. മാനിഫോൾഡ് അപ്പോൾ നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യണം. ഇതൊക്കെ വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് അല്ലെങ്കിൽ കാരണമൊക്കെ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കണം. ഈ ജിആറിൻ്റെ കണക്ഷൻ വരുന്ന ഈ സാധനമൊന്നും ഇത്ര വൃത്തിയിൽ ഇനി കാണാൻ പറ്റില്ല. ഇത് മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത്ര വൃത്തി വരും. ഇത് അടയുമ്പോഴാണ് വണ്ടി വലിയ കുറയുന്ന മൈലേജ് പോകുന്നതൊക്കെ. ഇതാണ് മക്കളെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെയാണ്. ഈ പല്ലുകളാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, റിവേഴ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നത്. ഇതിൽ പല പല സാധനങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അറിയാത്തതുകൊണ്ട് ജോഫേട്ടൻ ഇവിടെ ഭയങ്കരമായ പണിയിലായതുകൊണ്ടും ആളെ ശല്യപ്പെടുന്നില്ല. ഇതാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ വയറിംഗ് കിറ്റ് വരുന്നത്. ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കണ്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കറണ്ട് കാര്യങ്ങൾ ഫുള്ള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണിത്, വയറിംഗ് കിറ്റ്. അപ്പോൾ ആൾ വയറിംഗ് കിറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടർ ഇഞ്ചക്ടർ. അപ്പോൾ നാളെ നമ്മൾ പഴയത് ഡാമേജായി നമ്മൾ വേറെ സാധനം ഒപ്പിച്ചു. ആ സാധനം ഫിറ്റ് ചെയ്യാനുള്ള അതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജോഫേട്ടൻ. ഇതിലൊരു പറയുന്നത് വെച്ചെങ്കിൽ ഇഞ്ചക്ടർ ഇത്ര ക്ലീൻ ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ഈ മേൽഭാഗം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം നല്ല വൃത്തിയിൽ ക്ലീൻ ആയിട്ടിരിക്കണം, അല്ലെങ്കിലാണ് കംപ്ലൈൻറ്റ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഡീസലൊക്കെ ഇറങ്ങിയിട്ട് കംപ്ലൈൻ്റ് ആവുന്നതാണ്, ഓയിലൊക്കെ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ടുള്ള സെറ്റപ്പ് സാധനം ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഇങ്ങനെയാണ് ഇഞ്ചക്ടറിൻ്റെ പൊസിഷൻ വരിക. ഇപ്പോൾ സെറ്റായി. നമ്മുടെ 4 ഇഞ്ചക്ടർ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഫുള്ള് വർക്ക് ചെയ്തിട്ട് ഫുള്ള് പണിയായിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് വെച്ചു. 4 എണ്ണം. ഇതിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഹോസ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം ഇഞ്ചക്ടറും ഇതാണ് സാധനം കോമൺ ഡ്രൈവിൽ നമ്മൾ കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹീറ്റർ പ്ലഗ്. ഈ കാണുന്നത് അപ്പോൾ എന്ത് ചെയ്ത് 6 എണ്ണം 20 എണ്ണം പുതിയത് മേടിച്ചു, ബാക്കി പഴയത്. ഹൈ പ്രഷർ പമ്പ് എന്നാണ് ഇതിന് പറയുക. ഈ ഹൈ പ്രഷർ പമ്പ് ഇതിൽ നിന്നുള്ള ഡീസൽ ടാങ്കിൽ നിന്ന് ഡീസൽ ഈ ഫിൽറ്ററിലേക്ക് എത്തും. ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഇതിലേക്ക് കണക്റ്റായിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലാണ് വണ്ടി വലി കുറയുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും, കറക്റ്റ് സർക്കുലേഷൻ ഇല്ലാണ്ട്. ഇത് റണ്ണിങ്ങിൽ ഓഫ് ആവുക, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ കാണിക്കും. ഈ സാധനം നന്നായി കഴിഞ്ഞാൽ എല്ലാം ഉഷാറായി. ടർബോ എന്ന് പറഞ്ഞ സാധനം ഇതാണ് വണ്ടിക്ക് പവർ കൊടുക്കുന്നത് ഈ സാധനം. ഇത് കംപ്ലൈൻ്റ് ആയാൽ വലി കുറയും, വണ്ടിക്ക് പവർ കുറയും. ഇതാണ് ടർബോ. നമ്മൾ ടർബോ കയറ്റാൻ വേണ്ടിയിട്ട് ബോണ്ടൊക്കെ ഇട്ടിട്ട് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ബോണ്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ടെർബോ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഞെരിപ്പ് കയറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് പവർ കാര്യങ്ങളായി ഉഷാറായി. നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ അതിനാണ് ഓയിൽ ഫിൽറ്റർ വരിക. എൻ്റെ അസംബ്ലി കയറ്റി ഇപ്പോൾ ഫിൽറ്റർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെർമൽ സ്റ്റാർട്ട് ബൾബും ഫിറ്റ് ചെയ്ത് ഫൈനൽ സ്കെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.